കൂട്ടുകാരെ, നമുക്കിന്നൊരു കർക്കിടകക്കഞ്ഞി ഉണ്ടാക്കാം. അതിന് നമുക്ക് ആദ്യം വേണ്ടത് നവര അരിയാണ്. അത് നമുക്കൊരു ഗ്ലാസ് എടുത്തിട്ട് നമുക്ക് അളവെടുത്തിട്ട് അതിലിട്ട് കൊടുക്കാം. ഇതിന് കർക്കിടകക്കഞ്ഞി, ഔഷധക്കഞ്ഞി എന്നൊക്കെ പറയും. നമ്മൾ കർക്കിടക മാസത്തിൽ കഴിക്കുന്നതുകൊണ്ടാണ് ഇതിന് കർക്കിടകക്കഞ്ഞി എന്ന് പറയുന്നത്. ഇത് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കും, പിന്നെ ദഹന സംബന്ധമായ അസുഖങ്ങൾ മാറ്റും. ഇതിലേക്ക് നമുക്ക് ഉലുവയും ആശാളിയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 ലിറ്റർ വെള്ളം വെച്ചിട്ട് നമുക്കത് തിളപ്പിച്ചെടുക്കാം. കുക്കറിൽ വെച്ചിട്ട് 1-2 വിസിലടിച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ നവരയരിയും ഉലുവയും ആശാളിയും വെന്ത് കിട്ടും. നമ്മുടെ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്ന അരി വെന്ത് പാകമായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 മുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല ജീരകം ഇട്ടിട്ട് നമുക്കിതിൻ്റെ നാളികേരപ്പാൽ വേണം. അപ്പോൾ അതൊന്ന് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കാം. നന്നായി വെന്ത് വന്ന അരി ഒന്ന് ഉടച്ച് കൊടുക്കുക ചെറുതായിട്ട്. ഇനി അതിലേക്ക് നാളികേരപ്പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നാളികേരപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് തള വരുമ്പോൾ നമുക്കിതിൽ ഔഷധ ചൂർണം ഒഴിച്ചു കൊടുക്കാം, വെള്ളത്തിൽ കലക്കിയിട്ട്. എന്തൊക്കെ ഔഷധം വരുന്നത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. നമ്മുടെ ഔഷധം ചേർത്തിട്ട് ഉള്ള കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നെയ്യിൽ കുറച്ച് ഉള്ളി കാച്ചിട്ട് നമുക്ക് ഒഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.